ആപ്പിളിന്റെ ഓരോ പുതിയ ഐഫോണുകൾ ലോഞ്ച് ചെയ്യുമ്പോഴും അടുത്ത ആപ്പിളിന്റെ ഫോൺ എങ്ങനെ ഇരിക്കുമെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ നമുക്ക് എല്ലാവർക്കും ഉണ്ട് അല്ലേ? ആപ്പിളിന്റെ ഏറ്റവും പുതിയ ഫോണായിട്ടുള്ള ഐഫോൺ 18 പ്രോ ഫോണുകളിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് ഇപ്പോൾ നിരവധി റൂമേഴ്സും ലീക്കുകളും ആൾറെഡി വന്നിട്ടുണ്ട്. അവ എന്തൊക്കെയെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. നമുക്കറിയാം, ആപ്പിളിന്റെ സിഇഒ ആയിരുന്ന ടിം കുക്ക് പടി ഇറങ്ങി പകരം ജോൺ ടെന്നസ് എന്ന് പറയുന്ന പുതിയ ആൾ ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു. അപ്പോൾ ജോൺ ടെന്നസ് അവതരിപ്പിക്കുന്ന ആദ്യ ആപ്പിൾ ഫോൺ ആകും ഐഫോൺ 18 പ്രോ എന്ന ഫോൺ. ഈ ഒരു ഐഫോൺ 17 പ്രോ ലോഞ്ച് ചെയ്തതിന് ശേഷം ഇന്ന് വരെ പലപ്പോഴായിട്ട് ഞാൻ ഇതിനകത്ത് സിം കാർഡ് ഇട്ട് മാറി മാറി ഈ ഒരു ഫോൺ ഉപയോഗിച്ചു. ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് ഐഫോൺ 17 പ്രോ എന്ന് പറയുന്ന ഈ ഒരു ഫോണിനകത്ത്. പലരും അന്ന് പറഞ്ഞിരുന്നു ഈ ഓറഞ്ച് കളറിനകത്തൊക്കെ കളർ ടിന്റ് വരുന്നുണ്ട്, കളർ പോകുന്നുണ്ട്, പോറൽ വീഴുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും അങ്ങനെയുള്ള യാതൊരു വിഷയമില്ലാതെ ഇപ്പോഴും അടിപൊളിയായിട്ട് ഈ ഒരു ഫോൺ നിലവിലും ഞാൻ എൻ്റെ സിം കാർഡ് ഈ ഒരു ഫോണിനകത്താണ് ഇട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്തതിന് ശേഷം നിരവധിയായിട്ടുള്ള മറ്റ് ബ്രാൻഡിന്റെ കിടിലൻ ആൻഡ്രോയിഡ് ഫോണുകൾ പലതായിട്ട് വന്നിട്ടുണ്ട്. ഈവൻ സാംസങ്ങിന്റെ S26 അൾട്ര വരെ വന്നിരുന്നു. അതൊക്കെ ഞാൻ ഉപയോഗിക്കുകയും ചെയ്തു. പക്ഷേ ക്യാമറയിൽ, അതും എസ്പെഷ്യലി വീഡിയോ എടുക്കുന്നതിന് വേണ്ടി ഇപ്പോഴും ഞാൻ ആശ്രയിക്കുന്നത് ഈ ഒരു ഐഫോൺ 17 പ്രോ തന്നെയാണ്. അതിനെ വെല്ലാൻ ഇതുവരെ മറ്റൊരു ആൻഡ്രോയിഡ് ഫോണുകളും നിലവിൽ വന്നിട്ടില്ല എന്ന് വേണം പറയാൻ. എന്ത് തന്നെയായാലും ഐഫോൺ 17 പ്രോ തന്നെ ഇത്രയും അടിപൊളിയാകുമ്പോൾ 18 പ്രോ അതിലും താഴേക്ക് പോകാനുള്ള യാതൊരുവിധ സാധ്യതയും കാണുന്നില്ല. കുറച്ചുകൂടി മുകളിലേക്ക് പോവുകയുള്ളൂ അല്ലേ? എന്തൊക്കെയാണ് ഐഫോൺ 18 പ്രോയിൽ വരുന്ന പുതിയ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ, കാഴ്ചയ്ക്ക് ഐഫോൺ 17 പ്രോ പോലെ തന്നെ ആയിരിക്കും ഐഫോൺ 18 പ്രോ. നമുക്കറിയാം, ഐഫോൺ 16 പ്രോയിൽ ടൈറ്റാനിയം ബിൽഡ് ആയിരുന്നെങ്കിൽ 17 പ്രോയിലേക്ക് വന്നപ്പോൾ ഒരു യൂണി ബോഡി അലുമിനിയം ചാസിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഏകദേശം ഇതേ ഡിസൈൻ തന്നെയാണ് 18 പ്രോയ്ക്കും ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ അറിയുന്നത്. ഇവിടെ ഒരു മെറ്റാലിക് ബിൽഡും അതുപോലെ ഈ ഒരു വയർലെസ് ചാർജിങ്ങിന് വേണ്ടി ഈ ഒരു ഏരിയ ഗ്ലാസ് ബോഡിയുമായിട്ടാണ് നൽകിയിരിക്കുന്നത്. ഇതുപോലെ തന്നെ ആയിരിക്കും 18 പ്രോയിലും മെറ്റാലിക് വിത്ത് ഗ്ലാസ് ബോഡി ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിലായിരിക്കും 18 പ്രോയും പുറത്തിറക്കുന്നത്. അതുപോലെ ബാക്കിലെ ക്യാമറകളുടെ എണ്ണവും പ്ലാറ്റോയുടെ ഡിസൈനും എല്ലാം ഐഫോൺ 18 പ്രോയും ഏകദേശം സെയിം ആണ്. എന്നാൽ ഐഫോൺ 17 പ്രോയിൽ ഏറ്റവും ഹൈലൈറ്റഡ് ആയിരുന്ന കളറാണ് ഈ കാണുന്ന കോസ്മിക് ഓറഞ്ച് എന്ന് പറയുന്ന കളർ. എന്നാൽ ഐഫോൺ 18 പ്രോയിലേക്ക് വരുമ്പോൾ ഒരു പുതിയ കളർ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ചെറി റെഡ് എന്നാണ് ആപ്പിൾ ഈ ഒരു കളറിനെ വിളിക്കാൻ പോകുന്നതെന്നാണ് അറിയുന്നത്. എന്തായാലും ആ ഒരു കളർ കണ്ടിട്ട് എനിക്കൊരു ബർഗണ്ടി കളറാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഐ കാച്ചിങ് ആയി ബെറ്റർ ആക്കി കൊടുത്തിരിക്കുന്ന ഒരു കളറായിട്ടാണ് ഈ ഒരു ചെറി റെഡിൽ ഐഫോൺ 18 പ്രോയുടെ ആ ഒരു ഫോട്ടോകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡാർക്ക് ചെറി റെഡ്, അതുപോലെ ലൈറ്റ് ബ്ലൂ, ഡാർക്ക് ഗ്രേ, സിൽവർ എന്നീ 4 കളർ വേരിയന്റുകളായിരിക്കും ഐഫോൺ 18 പ്രോ ഫോണുകൾ വരുന്നു എന്നാണ് അറിയുന്നത്. ഇത്തവണയും ബ്ലാക്ക് കളർ ഐഫോൺ 18 പ്രോ സീരീസിൽ കാണുകയില്ല. കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ബ്ലാക്ക് കളർ ആപ്പിൾ ഫോണുകൾ വരുന്നില്ല എന്നതാണ് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യമായിട്ട് 18 പ്രോയിലേക്ക് വരാൻ പോകുന്ന മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത് അതിന്റെ ഡൈനാമിക് ഐലൻഡ് 35% ചെറുതാകാൻ പോകുന്നു എന്നുള്ളതാണ്. നോക്കിയ 17 പ്രോയിൽ ഡൈനാമിക് ഐലൻഡിന്റെ സൈസ് ഏകദേശം ഇത്രയുമുണ്ട്. അതിന്റെ 35% കൂടി കുറയുമെന്ന് വെച്ചാൽ അതിന്റെ 3/2 ഭാഗമായിട്ട് ഈ ഒരു സൈസ് കുറഞ്ഞു നിൽക്കുമെന്നർത്ഥം. 3/2 താഴെ നിൽക്കും. ഏകദേശം ഇത്രയും സൈസ് മാത്രമേ ഡൈനാമിക് ഐലൻഡിന് ഐഫോൺ 18 പ്രോയിൽ സ്ഥാനമുള്ളൂ. അതുകൊണ്ട് തന്നെയുള്ളൊരു ഗുണം എന്ന് പറയുന്നത് ഒരു ഇമേഴ്സീവ് വ്യൂയിങ് എക്സ്പീരിയൻസ് ഡിസ്പ്ലേയിൽ നിന്ന് നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇങ്ങനെ ഒരു ഡൈനാമിക് ഐലൻഡിന്റെ സൈസ് കുറയാനുള്ള കാരണം ഫേസ് ഐഡിയുടെ സെൻസറൊക്കെ ഈ ഒരു ഡൈനാമിക് ഐലൻഡ് ഏരിയയിൽ നിന്ന് മാറ്റി ഈ ഒരു സൈഡിലേക്ക് മാറ്റി അണ്ടർ ഡിസ്പ്ലേയിലേക്ക് ഇത്തവണ 18 പ്രോയിൽ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു ഡൈനാമിക് ഐലൻഡിന്റെ സൈസ് 18 പ്രോ മോഡൽ ഫോണുകൾ കുറയാനുള്ള കാരണം. 6.3 ഇഞ്ച്, 6.9 ഇഞ്ച് എന്നീ 2 സൈസുകൾ തന്നെയായിരിക്കും ഐഫോൺ 18 പ്രോയും അതുപോലെ പ്രോ മാക്സും വരുന്നത്. സൈസിനകത്തൊന്നും യാതൊരു വ്യത്യാസം വരില്ല. പക്ഷേ തിക്നെസ് നിലവിലുള്ള 17 പ്രോയേക്കാൾ ഒരു 0.1 mm കൂടി കൂടും. ഇങ്ങനെ സൈസ് തിക്നെസ്സിൽ കൂടാനുള്ള കാരണം എന്ന് പറയുന്നത് ബാറ്ററി ഇത്തവണ 18 പ്രോയിൽ കുറച്ചുകൂടി ഹയർ കപ്പാസിറ്റി ബാറ്ററി ആയിരിക്കും ആപ്പിൾ ഉൾപ്പെടുത്തുന്നത്. 5100 mAh 5200 mAh ഒക്കെ ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. നിലവിലുള്ള 17 പ്രോ മാക്സിൽ പോലും ഏകദേശം 4685 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. അത് 5100 5200 mAh മാറുന്നു എന്ന് പറയുമ്പോൾ ബാറ്ററി കപ്പാസിറ്റി കൂടുന്നുണ്ട്. മാത്രമല്ല, നിലവിൽ 17 പ്രോ ഫോണുകളിൽ 3nm ചിപ്സെറ്റ് ആയിട്ടുള്ള A19 പ്രോ ചിപ്സെറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഈ ഒരു ഐഫോൺ 18 പ്രോയിലേക്ക് മാറുമ്പോൾ 2nm പ്രോസസർ ആയിട്ടുള്ള A20 പ്രോ എന്ന് പറയുന്ന ചിപ്സെറ്റിലേക്ക് മാറും. അപ്പോൾ ആ ഒരു 2nm പ്രോസസർ ഹൈ ബാറ്ററി എഫിഷ്യൻസി നൽകുന്നത് കൊണ്ട് തന്നെയും മാത്രമല്ല ബാറ്ററി കപ്പാസിറ്റി കൂടുകയും ചെയ്തിട്ടുണ്ട്. അതായത് പ്രോസസർ അപ്ഗ്രേഡിലൂടെ ബാറ്ററി എഫിഷ്യൻസി വരുന്നു, അതുപോലെ ബാറ്ററി കപ്പാസിറ്റിയും കൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയും ഐഫോൺ 18 പ്രോ മോഡൽ ഫോണുകളുടെ സ്ക്രീൻ ഓൺ ടൈം ഇപ്പോഴുള്ള 17 പ്രോയേക്കാൾ കൂടുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഈ ഒരു പ്രോസസർ A20 പ്രോ ചിപ്സെറ്റിലേക്ക് മാറുന്നതുകൊണ്ട് തന്നെ നമുക്ക് 15% ഒരു പവർ എഫിഷ്യൻസി കൂടുന്നു, അതുപോലെ 30% ബാറ്ററി എഫിഷ്യൻസിയും കൂടുമെന്നാണ് അറിയാൻ കഴിയുന്നത്. നമ്മൾ ഐഫോൺ എന്ന് കേൾക്കുമ്പോൾ ആദ്യം നമ്മളുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് അതിന്റെ ക്യാമറ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെയും ഇത്തവണ 18 പ്രോയിൽ ഒരു പ്രോ ലെവൽ ക്യാമറ ഫീച്ചർ ആപ്പിൾ നൽകുന്നുണ്ട്. അതായത് ഇത്തവണ 18 പ്രോയുടെ ക്യാമറയുടെ സെൻസറുകളൊക്കെ ഇത്തരത്തിൽ ഈ ഫോണിനകത്തുള്ളത് പോലെ തന്നെ 48 മെഗാ പിക്സലിന്റെ സെൻസറുകൾ തന്നെയായിരിക്കും. ഇടയ്ക്ക് 200 മെഗാ പിക്സലിന്റെ പ്രൈമറി ക്യാമറ ഉണ്ടാകും എന്നൊക്കെ കേട്ടിരുന്നു. പക്ഷേ അതിപ്പോൾ പറയുന്നത് 48 മെഗാ പിക്സൽ സെൻസർ തന്നെയായിരിക്കും. പക്ഷേ വരുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ഇത്തവണ വേരിയബിൾ അപ്പർച്ചർ നൽകുന്ന തരത്തിലുള്ള
ക്യാമറ ആയിരിക്കും ഇതിൽ കൊടുക്കുന്നത് എന്നാണ്. അതായത് എന്താണ് വേരിയബിൾ അപ്പർച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ DSLR ക്യാമറയിലൊക്കെ അപ്പർച്ചർ വേരിയബിൾ ആണ്. അതായത് കൂടുതൽ ലൈറ്റിനെയൊക്കെ അകത്തേക്ക് കടത്തിവിടാൻ സാധിക്കുന്ന തരത്തിൽ അപ്പർച്ചർ സെറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ഇപ്പോൾ നിലവിലുള്ള ഐഫോണുകളിൽ പോലും നമുക്ക് പോർട്രേറ്റ് ഫോട്ടോകളും വീഡിയോകളൊക്കെ എടുക്കാം. അപ്പോൾ പോർട്രേറ്റ് ഫോട്ടോ സാധാരണ ഫോട്ടോയിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് ബാക്ക്ഗ്രൗണ്ട് നല്ല ബ്ലർ ആയിക്കൊണ്ട് നല്ല ബോക്കെ എഫക്റ്റ് കൊടുക്കുന്നു. പക്ഷേ അത് ഒറിജിനൽ അല്ല. അത് സോഫ്റ്റ്വെയർ വഴി അത് അത്തരം ഒരു ബോക്കെ എഫക്റ്റ് കൃത്രിമമായിട്ട് നൽകുന്നതാണ്. എന്നാൽ വേരിയബിൾ അപ്പർച്ചർ ഫോണിലേക്ക് വരുന്നതോടുകൂടി സാധാരണ DSLR ക്യാമറയിൽ എടുക്കുന്ന ഫോട്ടോകൾക്കൊക്കെ നോർമൽ ബാക്ക്ഗ്രൗണ്ട് ബോക്കെ ലഭിക്കാറുണ്ട്. അത്തരത്തിൽ നോർമൽ ബാക്ക്ഗ്രൗണ്ട് ബോക്കെ 18 പ്രോയിൽ എടുക്കുന്ന ഫോട്ടോകൾക്ക് അല്ലെങ്കിൽ വീഡിയോകൾക്ക് വരുമെന്നുള്ളതാണ് ഈ ഒരു വേരിയബിൾ അപ്പർച്ചർ വരുന്നതുകൊണ്ടുള്ള ഒരു പ്രധാന ഗുണം. മാത്രമല്ല അപ്പർച്ചർ വാല്യൂ വേരിയബിൾ ആയി കുറയുന്നത് കൊണ്ട് തന്നെയും ലോ ലൈറ്റിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ മികച്ച ബാക്ക്ഗ്രൗണ്ട് ബോക്കയും അതുപോലെ മികച്ച ലോ ലൈറ്റ് പെർഫോമൻസും ഈ ഒരു വേരിയബിൾ അപ്പർച്ചർ നമുക്ക് 18 പ്രോ ഫോണുകൾ വഴി നൽകും. ഇത്തവണ iPhone 18 പ്രോയിൽ ഷാർപ്പായിട്ടുള്ള 24 മെഗാ പിക്സലിന്റെ സെൽഫി സെൻസർ ആയിരിക്കും നൽകുക എന്നാണ് അറിയുന്നത്. അതുപോലെ ആപ്പിൾ സ്വന്തമായിട്ട് നിർമ്മിച്ച, അതായത് ക്വാൾകോം നിർമ്മിച്ച് നൽകുന്നതല്ലാതെ ആപ്പിൾ തന്നെ നിർമ്മിച്ച C2 മോഡം ആയിരിക്കും ഇത്തവണ 18 പ്രോ ഫോണുകളിൽ ഉണ്ടാവുക എന്ന് അറിയുന്നുണ്ട്. നേരത്തെ അവർ നിർമ്മിച്ച C1 മോഡം iPhone എയറിലും അതുപോലെ iPhone 17 ഒക്കെ ഉപയോഗിച്ചതായിട്ട് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ C2 മോഡം ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് നേരത്തെ തന്നെ ഐഫോണുകളിൽ സാറ്റലൈറ്റ് SOS എമർജൻസി സംവിധാനം ഉണ്ടായിരുന്നു. അതായത് നമുക്ക് റേഞ്ച് ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ചെന്ന് പെട്ടുകഴിഞ്ഞാൽ സാറ്റലൈറ്റ് വഴി എമർജൻസിക്ക് വേണ്ടി നമുക്ക് ആരെയെങ്കിലുമായി ടെക്സ്റ്റ് വഴി കോൺടാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ എമർജൻസി കോൾ ചെയ്യാനോ സാധിക്കുമായിരുന്നു. എന്നാൽ ഈ ഒരു C2 മോഡം ആപ്പിൾ നിർമ്മിച്ചത് തന്നെ ഈ 18 പ്രോ മോഡൽ ഫോണുകളിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത എന്ന് പറയുന്നത് സാറ്റലൈറ്റ് വഴി നമുക്ക് ഇന്റർനെറ്റ് ബ്രൗസിംഗ് പോലും സാധ്യമാകുമെന്നതാണ്. അതായത് റേഞ്ച് ഇല്ലാത്ത സ്ഥലങ്ങളിൽ എത്തപ്പെട്ടാൽ പോലും നമുക്ക് ഇന്റർനെറ്റ് ബ്രൗസിംഗ് പോലും സാറ്റലൈറ്റ് വഴി ഈ C2 മോഡം ഉള്ളതുകൊണ്ട് തന്നെയും 18 പ്രോ മോഡൽ ഫോണുകൾ നടക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇത്തവണത്തെ 18 പ്രോ മോഡൽ ഫോണുകളുടെ ലോഞ്ചിനുമുണ്ട് ചില പ്രത്യേകതകൾ. അതായത് ഒരു സ്പ്ലിറ്റ് ലോഞ്ചാണ് ഇത്തവണ നടക്കാൻ പോകുന്നത്. നേരത്തേക്ക് നമുക്കറിയാം iPhone 17 Pro, Pro Max, ബേസ് മോഡൽ ഇതെല്ലാം ഏകദേശം 4 മോഡൽ ഫോണുകൾ ഒരുമിച്ചാണ് ആപ്പിൾ പുറത്തിറക്കുന്നത്. എന്നാൽ ഇത്തവണ ഈ വരുന്ന സെപ്റ്റംബറിൽ iPhone 18 പ്രോയും 18 Pro Maxും ആപ്പിൾ പുറത്തിറക്കും. അതായത് പ്രോ മോഡലുകൾ 2026 സെപ്റ്റംബറിൽ പുറത്തിറക്കുമ്പോൾ iPhone 18 Plus എന്നൊക്കെ പറയുന്ന ബേസ് മോഡലുകൾ 2027 തുടക്കത്തിൽ മാത്രമേ ആപ്പിൾ ലോഞ്ച് ചെയ്യുകയുള്ളൂ എന്നുള്ളതും ഇത്തവണത്തെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ പ്രോ മോഡലുകൾ 2026 സെപ്റ്റംബറിൽ ലോഞ്ച് ചെയ്യുമ്പോൾ ആപ്പിൾ തങ്ങളുടെ ആദ്യത്തെ ഫോൾഡിംഗ് സ്മാർട്ട് ഫോണും പുറത്തിറക്കുമെന്ന് കേൾക്കുന്നുണ്ട്. അതുപോലെ iPhone Air എന്ന ഫോണിന്റെ സെക്കൻഡ് ജനറേഷൻ ആപ്പിൾ iPhone Air 2 ഈ പറയുന്ന 2027 ബേസ് മോഡൽ ഫോണുകളോടൊപ്പം പുറത്തിറക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും iPhone 18 പ്രോയിലേക്ക് വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയെന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയത്. നേരത്തെ S26 അൾട്രയിൽ വരുന്ന പ്രൈവസി ഡിസ്പ്ലേ ഫീച്ചറൊക്കെ ഇതുപോലെ തന്നെ ഫോൺ ലോഞ്ചിന് മുമ്പ് തന്നെ നമ്മൾ വീഡിയോയിൽ ഇതുപോലെ ലീക്ക്ഡ് ആയിട്ട് വന്ന കാര്യങ്ങൾ നമ്മൾ അറിയിച്ചു. അതൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന iPhone 18 പ്രോയിലും ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം കറക്റ്റായി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൃത്യമായി iPhone 18 പ്രോ എങ്ങനെ ഇരിക്കും, എന്തൊക്കെയാണ് കൃത്യം ഫീച്ചർ എന്ന് അറിയണമെങ്കിൽ നമുക്ക് 5 മാസം കൂടെ കാക്കണം. അതായത് ഈ വരുന്ന സെപ്റ്റംബർ 2026 വരെ കാക്കണം iPhone 18 പ്രോയുടെ കൂടുതൽ വിവരങ്ങൾ അറിയാം. എന്തായാലും ഒന്നുറപ്പ് iPhone 18 പ്രോ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റ് പ്രോഡക്റ്റുകളുടെ വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.